അധർമ്മം പെരുകിയപ്പോൾ ആരോടാണ് ധർമ്മരൂപിണിയായിരിക്കുന്ന ഭൂമിക്ക് സങ്കടം പറയാനുള്ളത്? ഭഗവാനോട് മാത്രമുള്ളൂ. ആ ഭഗവാന്റെ അടുത്തേക്ക് നേരിട്ട് ഭൂമിദേവിക്ക് എത്താൻ പറ്റാത്തത് കൊണ്ട് നേരെ ബ്രഹ്മദേവൻ്റെ അടുത്തേക്ക് ചെന്നു. ബ്രഹ്മദേവൻ മഹാദേവനെയും കൂട്ടി പുരുഷസൂക്തേന ഉപതസ്ഥേ സമാഹിത. മഹാപുരുഷനായിരിക്കുന്ന ഭഗവാനെ പുരുഷസൂക്തം എന്ന മഹാമന്ത്രം കൊണ്ട് സ്തുതിച്ചപ്പോഴേക്കും സ്തുതി മുഴുവനാവുന്നതിന് മുമ്പ് തന്നെ ആ ബ്രഹ്മദേവൻ സമാധിയിലായിട്ട് മാറി. അതാണ് ഭക്തന്മാരുടെ ഒരു ഭാവം. ഗുരുവായൂരപ്പൻ്റെ തിരുനാമം ജപിക്കുമ്പോഴേക്കും തന്നെ ഭഗവാനെ ലയിച്ചു ചേരാം. അതൊരു സമാധി ഭാവത്തിലേക്കായി തീർന്നപ്പോഴേക്കും എല്ലാവരുടെയും തിരുനാമങ്ങളുടെ ഇടയിൽ കൂടി ഭഗവാന്റെ അതിമനോഹരമായിരിക്കുന്ന ശബ്ദം ബ്രഹ്മഹൃദായ ആദികവയെ ബ്രഹ്മദേവന്റെ ഹൃദയത്തിൽ ശ്രുത്വാ കർണരസായണം തവവച. കർണരസായണമായിരിക്കുന്ന ആ വാക്കുകൾ ബ്രഹ്മദേവന്റെ ഹൃദയത്തിൽ പതുക്കെ അങ്ങോട്ട് കേട്ടു. വസുദേവഗൃഹേ സാക്ഷാൽ ഭഗവാൻ പുരുഷപര ജനിഷ്യതേ തൽപ്രയാക്തം സംഭവന്തു സുരസ്ത്രീയ. ഭഗവാൻ അവതരിക്കാൻ പോണു. വസുദേവരുടെ ഗൃഹത്തിൽ 8ാമത്തെ ഭാവത്തിൽ പുത്രഭാവത്തിൽ സാക്ഷാൽ ഈശ്വരൻ അങ്ങനെ തന്നെ വരാൻ പോണു. ആ ശബ്ദം ഉള്ളിൽ അങ്ങോട്ട് കേട്ടോടുകൂടി ബ്രഹ്മദേവൻ ചാടി എഴുന്നേറ്റു. സമാധിയിൽ നിന്ന് ഉണർന്നതായിരിക്കുന്ന ഭഗവാൻ അവിടെ വന്നിരിക്കുന്ന ആയിരക്കണക്കായിരിക്കുന്ന ഋഷീശ്വരന്മാരും ദേവന്മാർ എന്ന് വേണ്ട യക്ഷന്മാർ, കിന്നരന്മാർ, വേതാളന്മാർ, നാഗന്മാർ, എത്ര ആളുകൾ, സിദ്ധന്മാർ, ചാരണന്മാർ എല്ലാവരോടുമായിട്ട് പറഞ്ഞു, ഇതാ ഭഗവാൻ അവതരിക്കണു, അമ്പാടിയിലേക്ക് വരാൻ പോണു. ആർക്കൊക്കെയാണ് ഭഗവാനെ സേവിക്കാൻ മോഹം? ഏതൊക്കെ അവതാരങ്ങളിൽ ഏതെല്ലാം ജന്മങ്ങളിലാണോ ഗുരുവായൂരപ്പനെ സേവിക്കാൻ മോഹിക്കുന്നവർ എല്ലാവരും ഓരോ സ്വരൂപത്തിൽ വന്നോളൂ കേട്ടോ. എന്നാ ബ്രഹ്മദേവൻ്റെ ആ വാക്കങ്ങോട്ട് കേട്ടപ്പോഴേക്കും ആദ്യം ഓടി വന്നത് മഹാദേവനാണ്. വൈഷ്ണവാനാം അഹം ശംഭു എന്ന് പറയുന്ന മഹാദേവൻ, അത്രമാത്രം ഭഗവാനെ സ്നേഹിക്കുന്ന ഭഗവാനായിട്ട് നിൽക്കുന്ന മഹാദേവൻ ഓടി വന്നു. വേണുഗോപാലൻ്റെ തൃക്കരതാരിലെ വേണുവായി തീരാൻ കഴിയുമെങ്കിൽ ശ്രീയുമാരോഗ്യവും ഭക്തർക്കു നൽകുന്ന ശ്രീപാദരേണുവായി തീരുമെങ്കിൽ എങ്കിലൻ ജീവിതം സഫലമായി തീർന്നിടും, എങ്കിലൻ ജീവിതം ധന്യമാകും. വേണുഗോപാലൻ്റെ തൃക്കരതാരിലെ വേണുവായി തീരാൻ കഴിയുമെങ്കിൽ മഹാദേവനാണ് ആദ്യം